സാർ ഒരു സാറിൻ്റെ എല്ലാ സിനിമകളും എടുത്ത് നോക്കിയാലും സാറിൻ്റെ എല്ലാ സിനിമകളും എടുത്ത് നോക്കിയാലും എപ്പോഴും ഒരു റിയലിസ്റ്റിക് എലമെന്റ് ഉണ്ടാവും. പ്രേക്ഷകരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ഹുക്കിംഗ് ഉള്ള ഒരു എല്ലാ എലമെന്റ്സും ചെയ്യുന്ന ഒരു ആളാണ് താങ്കൾ. അപ്പം പാട്രിയറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഒരു ഡൗട്ടാണ്, അതായത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ത്രില്ലർ എലമെന്റ്സ് അല്ലാതെ ഒരു നോർമൽ ഓഡിയൻസിൽ ഇമോഷണലി ഹുക്ക് ചെയ്യാനുള്ള എന്ത് എലമെന്റ് ആയിരുന്നു പാട്രിയറ്റിലുള്ളത്? അത് സിനിമ പൂർണ്ണമായിട്ട് കാണുമ്പോഴല്ലേ മനസ്സിലാവത്തുള്ളൂ. സിനിമ ട്രെയിലർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് ഒരു സിനിമയുടെ മുഴുവൻ കഥയല്ലല്ലോ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സിനിമ ഒരു 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 പ്രത്യേകതരം സാഹചര്യത്തിൽ ഉണ്ടായപ്പെടുത്തൊരു സാധനമാണ്. അപ്പോൾ അത് സമൂഹത്തിൽ നടക്കുന്ന ചില വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പലപ്പോഴും സിനിമകൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തും അങ്ങനെ ഒരു വിഷയമുണ്ട്. അത് കണക്റ്റ് ആവുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പം ഡിപ്പെൻസ് ഓൺ ദ നേച്ചർ ഓഫ് സിനിമ. ചിലപ്പോൾ ഞാനൊരു പടം കുറച്ചുകൂടെ ഇൻഡി സ്പേസിലായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ കുറച്ചുകൂടെ കമേഴ്ഷ്യൽ സ്പേസിലായിരിക്കും ചെയ്യുന്നത്. മാറി മാറി ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതേപോലെ ഈ സിനിമ അനൗൺസ് ചെയ്ത് അന്ന് തൊട്ട് മലയാളികൾ ഏറ്റവും കൂടെ എക്സൈറ്റഡ് ആണ്. ഇതിൻ്റെ ഓരോ ന്യൂസ് പോസ്റ്ററുകൾ വരുമ്പോഴും ഇതിൻ്റെ ന്യൂസുകൾ കാണുമ്പോഴും എല്ലാം എക്സൈറ്റഡ് ആണ്. എന്താണ് സംഭവിക്കുന്നത്, മമ്മൂക്കയിൽ ലാലേട്ടനും ഫേസ് ടു ഫേസ് ഉള്ള സിനിമയായിരിക്കുമോ, അല്ലെങ്കിൽ ഒരുമിച്ച് എങ്ങനത്തെ ഒരു കഥാപാത്രമായിരിക്കാം. അത് മാത്രമല്ല ഇത്രയും മലയാളത്തിൽ 2020 ശേഷം ഇത്രയും മൾട്ടി സ്റ്റാർസ് ഒരുമിക്കുന്ന ഒരു വലിയൊരു ചിത്രം കൂടിയാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ ഒരുപാട് ഹൈ ആണ് ഓൾറെഡി. അപ്പോൾ ഓരോ കഥാപാത്രത്തിനും ആ സ്ക്രീൻ സ്പേസ് എത്രത്തോളം ഉണ്ടാകുന്നൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കഥ മുഴുവനായതിനു ശേഷമാണ് ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അവരവർക്ക് ചെയ്യാനുള്ള പാർട്ടുകൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലോട്ട് ഡ്രിവൺ കഥയ്ക്കകത്ത് എല്ലാവർക്കും താരങ്ങളായിട്ടല്ല കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു എല്ലാവരും വന്നിരിക്കുന്നത്. അല്ലാതെ ആരും ഇങ്ങനൊരു ഓൺസെപ്റ്റോട് ചെയ്തേക്കാം, നമ്മളിങ്ങനെ ഒരു താരനിബിഡമായ സിനിമ ചെയ്തേക്കാം എന്നുള്ള ഒരു ധാരണയിൽ ഇനിയുള്ള കാലത്ത് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ അങ്ങനെ സിനിമ ഉണ്ടാവും. സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണത് എന്താ പറയുക, ആക്ടേഴ്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മമ്മൂക്ക ഇപ്പോൾ ഒരുപാട് നാളത്തിന് ശേഷം കാത്തിരിപ്പിന് ശേഷം ഇറങ്ങുന്നൊരു ചിത്രം തന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓരോ സിനിമ ഇറങ്ങുന്ന സമയത്തും പറയാറുണ്ട് മമ്മൂക്ക ലാലേട്ട് ഒരുമിക്കുന്ന ഒരു ചിത്രം എന്ന് വരും, അതിനുള്ള റിസൾട്ടാണ് മെയ് 1 വരാൻ പോകുന്നത്. എത്രത്തോളം എക്സൈറ്റഡ് ആണ് ഒരു സ്ക്രീനിൽ വീണ്ടും ഒരേപോലെ പ്രേക്ഷകർ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ? അത് നമ്മൾ ഈ പല ഭാഷകളിൽ നിന്നും മാസ സിനിമകളിലൂടെ വന്നിറങ്ങാറുണ്ട്, നമ്മളത് കൈയടിച്ച് സ്വീകരിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു മാസ സിനിമ നമ്മളാരെങ്കിലും അഭിനയിച്ചാൽ നിങ്ങൾ അത്ര കൈയടിച്ച് സ്വീകരിക്കാനില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങളിൽ നിങ്ങൾ അതല്ല പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് മറ്റേ പടത്തിൽ വന്നു ടീം ടൂം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഇടി ഇടിച്ച് അവസാനം കെട്ടിപ്പിടിച്ച് മൂന്നാമതൊരാളെ ഇടിക്കുന്ന കഥയല്ല ഇത്. ഞങ്ങൾ രണ്ടുപേരും 2 കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നതാണ്. അതിന് ഈ നിങ്ങൾ പറയുന്ന സ്റ്റാർഡം മറ്റേ കൊമേഴ്ഷ്യൽ വാല്യൂ ഒക്കെ ഉള്ളവർ തന്നെയാണ്. അത് നിങ്ങളുണ്ടാക്കി തന്നതാണ്. പ്രേക്ഷകരാണ് ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാനും അഭിനയിക്കാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾ വളർത്തിയെടുത്തു എന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന കാലം പോയിട്ടോ. നിങ്ങൾ വളർന്നത് കൊണ്ടാണ് ഞങ്ങൾ വളർന്നത്. ഇതേതരം സിനിമകൾ പ്രേക്ഷകൻ കാണാൻ മാത്രം വളർന്നിരിക്കും എന്നുള്ള ധൈര്യത്തിലാണ് ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ നീ ആവരുത് ഞാനാവരുത് എന്നൊക്കെ പറഞ്ഞ് വരാം. അങ്ങനെയൊന്നും വരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും 2 കഥാപാത്രങ്ങളായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ ഞങ്ങളെ ഇത് മുമ്പ് കണ്ടിട്ടില്ലാത്ത കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത്. മലയാള പ്രേക്ഷകർക്ക് അധികം പരിചയമില്ലാത്ത കഥാപാത്രങ്ങളും പരിചയമില്ലാത്ത കഥാപശ്ചാത്തലവുമാണ് ഈ സിനിമയിലുള്ളത്. കാരണം നമ്മൾ കുറച്ചുകൂടെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് നമ്മുടെ കഥാപരിസരങ്ങൾ മാറുകയും നമ്മൾ അത്രത്തോളം വളരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ ഇനി മലയാള സിനിമ 10-15 കൊല്ലം കൂടെ കഴിയണം. നമ്മൾ 15 കൊല്ലം മുമ്പിലാണ്, പുറകിലല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ സിനിമ എടുക്കാൻ സാധിച്ചു. അതിന് ഒരുപാട് സപ്പോർട്ട് നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുണ്ടായി. മറ്റു ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ഇങ്ങനെ ഒരു സിനിമയോട് സഹകരിച്ചു. ഇനിയുള്ള സഹകരണം പ്രേക്ഷകൻ്റെയാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നുള്ള വിശ്വാസമുണ്ട്. ഈ സിനിമ കാണുന്ന ഒരു പുതിയ കാഴ്ചയാണ് ഈ സിനിമയുടെ ഫോട്ടോഗ്രാഫിയാണ് ശരി, മേക്കിംഗ് ആയാലും ശരി. ഒരുപക്ഷെ നമ്മളിങ്ങനെ കണ്ട് ശീലിച്ചില്ലാത്ത നമ്മുടെ ശീലങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സിനിമയാണ് ഈ സിനിമ. വളരെ കൂടുതൽ ആളുകൾ കാണുകയും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്താൽ
ഇത് മലയാള സിനിമയുടെ ഒരു മുതൽക്കൂട്ടും ഒരു നാഴികക്കല്ലുമായി മാറും. ഈ സിനിമ മുതൽ ആകും ഇനി സിനിമകൾ. ഇതുപോലെയുള്ള വലിയ സിനിമകൾ മലയാളികൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും എടുക്കാനും സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം തരുന്ന പ്രേക്ഷകനാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഈ സിനിമ എടുക്കുന്നത്. നമ്മളിത് പാൻ ഇന്ത്യൻ സിനിമയല്ല, ഇത് മലയാളികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. മലയാളം കൂടുതൽ സംസാരിക്കുന്ന സിനിമയാണ്. നമ്മുടെ സായിപ്പന്മാരാരും മലയാളം പറയുന്ന സിനിമയല്ല ഇത്. സായിപ്പന്മാരൊക്കെ ഇംഗ്ലീഷ് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പ്രേക്ഷകന് വേണ്ടി എടുത്ത സിനിമയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ധൈര്യത്തിന് വേണേ നമുക്ക് മറ്റുള്ളവരെ കാണിക്കാം. അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു പാനിലില്ല. ഈ സിനിമ പാൻ ഇന്ത്യനായിട്ട് എടുത്തിട്ടില്ല. പാൻ ഇന്ത്യൻ ആക്കേണ്ടത് പ്രേക്ഷകർ. താങ്ക് യു മമ്മൂക്ക. ഞങ്ങൾ രക്ഷപ്പെട്ടെ. നീ എല്ലാം നിങ്ങളുടെ ഇതാണ്.